സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വന്നിരിക്കുന്ന ഒരു വീഡിയോ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വയനാട് ചൂരൽമലയിലുണ്ടായ വലിയ ദുരന്തം. ആ ദുരന്തം ബാക്കി വെച്ച ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ നടത്തി കൊടുത്തൊരു ടൗൺഷിപ്പ് അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ പ്രാവർത്തികമാക്കിയ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതായത് ടൗൺഷിപ്പ് പദ്ധതി. ആ ടൗൺഷിപ്പ് പദ്ധതിയിൽ കൂടി 148ഓളം ആളുകൾക്ക് ആദ്യത്തെ ഘട്ടമായിട്ട് വീടുകൾ നിർമ്മിച്ച് നൽകുന്ന ഒരു കാര്യം അവിടെ പറഞ്ഞതുപോലെ തന്നെ നടന്നു. അതിൻ്റെ കാര്യങ്ങളിൽ ഉദ്ഘാടനത്തിനായിട്ടൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി പോകുന്നതും മുഖ്യമന്ത്രിയെയും മറ്റുള്ള മന്ത്രിമാരെയൊക്കെ കാണുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയും അവരോടൊപ്പം നിന്ന് അവരുടെ വിഷമങ്ങളൊക്കെ പറയുകയും ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടാണ്, ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതിന് പിന്നാലെ ഈ ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, മമ്മൂക്ക ഈ പറയുന്ന മുണ്ടക്കൈ ചൂരൽമലയിൽ ആ ദുരന്തമുണ്ടായ സ്ഥലത്ത് ദുരന്ത ബാധിതരുടെ പുതിയൊരു ടൗൺഷിപ്പ് പദ്ധതിയായിട്ടുള്ള അവരുടെ പുനരധിജീവനത്തിന് വേണ്ടിയിട്ട് അവരുടെ പുതിയ ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ നടപ്പിലാക്കി കൊടുത്ത ആ പദ്ധതി കാണാനായിട്ട് അദ്ദേഹം അവിടേക്ക് പോയ സമയത്ത് ഒരുപാട് ആളുകൾ അദ്ദേഹം വരുന്നതും പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അദ്ദേഹം അവിടെ പോയതിന് ശേഷം അദ്ദേഹത്തിന്റെ അടുത്തൊരു ജില്ലാ സെക്രട്ടറി വന്ന് നിൽക്കുന്നു. റഫീഖ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ ജില്ലാ സെക്രട്ടറി വന്ന് നിൽക്കുമ്പോൾ മമ്മൂക്ക പറയുന്നൊരു കാര്യമാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധേയമായിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ സൈബർ ഇടത്തിൽ വലിയ രീതിയിൽ ഒരു ആക്രമണം നടക്കുന്നത് ആ ഒരു കാര്യം പറഞ്ഞിട്ടാണ്. ആ റഫീഖിന്റെ അടുത്ത് മമ്മൂക്ക പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ ഇങ്ങനെ നടക്കണമെന്നില്ല. നിങ്ങളിങ്ങനെ നടന്നു കഴിഞ്ഞാൽ ജനങ്ങൾ പറയും ഞാൻ നിങ്ങൾ വിളിച്ചിട്ട് വന്നതാണെന്ന്. അത് മമ്മൂക്ക പറഞ്ഞത്, അത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിനെ ഒരുമാതിരി അപഹസിക്കുന്ന അപമാനിക്കുന്ന തരത്തിലായിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾ പറയുന്നത്. മമ്മൂക്ക ശരിക്കും ഒരു അഹങ്കാരിയല്ലേ? പണ്ടും മമ്മൂക്ക ഇങ്ങനെ തന്നെയായിരുന്നു. പിന്നീട് അതിനുശേഷം മമ്മൂക്കയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു, ഒരുപാട് ആളുകളെ സഹായിച്ചു. പിന്നീട് മമ്മൂക്ക നല്ലൊരു മനുഷ്യനാണെന്നൊക്കെ നമ്മളെല്ലാവരും പറഞ്ഞു. എന്നാൽ ഇപ്പോൾ മമ്മൂക്ക വീണ്ടും മമ്മൂക്കയുടെ ഉള്ളിലുള്ള ഒരു അഹങ്കാരി സ്വഭാവം പൊടിതട്ടി എടുത്തിരിക്കുകയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. മമ്മൂക്ക ഒരു മനുഷ്യനെ അങ്ങനെ അപമാനിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. അയാളുടെ അടുത്ത് വേണമെങ്കിൽ അയാളുടെ ചെവിയിലോ അല്ലെങ്കിൽ അയാളെ മാറ്റി നിർത്തിയ സ്വകാര്യമായിട്ട് പറയാമായിരുന്നു, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ കൂടെ നടക്കേണ്ട, ഒരു ബുദ്ധിമുട്ടാവും, മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ അവർ വിചാരിക്കും ഞാൻ PR വർക്കാണ് ചെയ്യുന്നതെന്നൊക്കെ വിചാരിക്കും എന്നൊക്കെ വേണമെങ്കിൽ പറയായിരുന്നു. എന്നാൽ മമ്മൂക്ക മാധ്യമങ്ങളെല്ലാം നിൽക്കുമ്പോൾ ആ റഫീഖിനെ അപമാനിച്ചത് അത്ര ശരിയായില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. ഞാനും അത് ഏകദേശമൊക്കെ ശരി വെക്കുന്നുണ്ട്. പക്ഷേ ശരിവെക്കുന്നത് അദ്ദേഹത്തെ മാറ്റി നിർത്തി പറയായിരുന്നു എന്നുള്ളൊരു കാര്യത്തിലാണ് കേട്ടോ, ബാക്കിയുള്ള കാര്യങ്ങളിലല്ല. നമുക്കറിയാം മമ്മൂക്ക എന്താണ് അവിടെ പറഞ്ഞതെന്നുള്ളത് ഞാൻ ഓൾറെഡി കാണിച്ചത്. ഞാൻ എന്തായാലും ആ വീഡിയോടെ കാണിക്കാം. അത് കണ്ടിട്ട് നമുക്ക് എന്തായാലും ബാക്കി വീഡിയോയിലേക്ക് വരാം. കണ്ടില്ലേ, നിങ്ങളെപ്പോഴും എൻ്റെ കൂടെ ഇങ്ങനെ നടക്കണമെന്നില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് മറ്റുള്ളവർ പറയും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അല്ല വന്നത്. ഞാൻ വന്നത് ഇവിടുത്തെ സാധാരണ ജനങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് എന്നാണ് മമ്മൂക്ക എടുത്തു പറയുന്നത്. അതായത് നിങ്ങളെപ്പോഴും എൻ്റെ കൂടെ നടക്കണമെന്നില്ല. ഞാൻ വന്നത് നിങ്ങൾക്ക് വേണ്ടിയാണോ? അല്ലല്ലോ. ഞാൻ വന്നത് ഇവിടുത്തെ ആളുകളെ കാണാനാണ്. അപ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മമ്മൂക്ക അങ്ങനെ പറഞ്ഞതിന് ഒരു അതൃപ്തി കാണിക്കാനോ അല്ലെങ്കിൽ മമ്മൂക്ക അങ്ങനെ പറഞ്ഞത് റഫീഖിനെ അപമാനിച്ചതായിട്ട് പറയാനോ ആയിട്ട് ശ്രമിക്കുന്ന ആളുകൾ അത് മമ്മൂക്ക ഇല്ലാതെ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ്. അല്ലാതെ മമ്മൂക്ക അയാളെ അപമാനിച്ചു വന്നോ അല്ലെങ്കിൽ മമ്മൂക്ക മറ്റുള്ള അർത്ഥം വെച്ചിട്ട് സംസാരിച്ചു വന്നോ എന്ന് എനിക്ക് തോന്നുന്നില്ല. മമ്മൂക്കയെ അറിയാവുന്ന അല്ലെങ്കിൽ മമ്മൂക്കയുടെ സ്വഭാവത്തെപ്പറ്റി നല്ല രീതിയിൽ ബോധ്യമുള്ള ആളുകൾ ആരും ആ രീതിയിൽ വിശ്വസിക്കത്തില്ല. അതാണ് എനിക്ക് ഉറപ്പാണ്. അപ്പം അങ്ങനെ മമ്മൂക്ക ജില്ലാ സെക്രട്ടറി എടുത്ത് പറഞ്ഞത് അത്ര മോശമായി പോയൊരു കാര്യമാണെന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം മമ്മൂക്ക വയനാട് ചൂരൽമലയിലേക്ക് ചെന്നത് അത് ആരുടെയും ക്ഷണക്കത്ത് കിട്ടിയതിൻ്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഡയറക്റ്റ്ലി വിളിച്ചതിൻ്റെ ഫലമായിട്ടോ ഒന്നുമല്ല. നമുക്കറിയാം റഫീഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാൾ അത്ര സാധാരണ മനുഷ്യനൊന്നുമല്ല. അയാൾ ഈ സംഭവം ഉണ്ടായി അന്ന് തൊട്ട് ഇന്ന് വരെയും ആ ഒരു ചൂരൽമലയിലെ മുണ്ടക്കയിലുള്ള ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു നല്ലൊരു നേതാവ് തന്നെയാണ്. ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനെ ഞാൻ കുറ്റം പറയുന്നില്ല. അയാൾ അവർക്ക് വേണ്ടുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ട് തന്നെയാണ് അന്ന് തൊട്ട് ഇന്ന് വരെയും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പോൾ അയാളെ മാറ്റി നിർത്താനായിട്ട് മമ്മൂക്കയ്ക്കെന്നല്ല ആർക്കും യോഗ്യതയൊന്നുമില്ല. മമ്മൂക്ക പറഞ്ഞത് എൻ്റെ ഒപ്പം ഇങ്ങനെ എപ്പോഴും നടക്കണ്ട, അങ്ങനെ നടന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ വേറെ രീതിയിൽ പറയുമെന്നുള്ളതാണ്. അതിനുവേണ്ടി ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ടല്ലോ, അത് അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഈ മമ്മൂക്ക ഒരു ക്ഷണം കിട്ടാതെ അവിടെ പോയതാണെന്ന് ഞാൻ പറഞ്ഞു. മമ്മൂക്കയുടെ മനസ്സിൽ തോന്നിയത് കൊണ്ട് മമ്മൂക്ക അവിടേക്ക് പോയി അവിടെയുള്ള ജനങ്ങളെ കാണാനും അവരുടെ ആ ഒരു പുതിയ ജീവിതം കണ്ട് ആ ഒരു എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടായിരിക്കും അദ്ദേഹം അങ്ങോട്ടേക്ക് പോയത്. അപ്പം അങ്ങനെ ചെന്നയിടത്ത് മമ്മൂക്കയെ നയിക്കാനായിട്ട് ഒരാൾ കൂടെ നിൽക്കുമ്പോൾ അത് മമ്മൂക്കയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി. അതായത് മമ്മൂക്ക സ്വയമേ ചെന്നൊരു കാര്യമാണ്. മമ്മൂക്ക തന്നെ മനസ്സിൽ വിചാരിച്ച് ഈ ആളുകളുടെ പുനരധിജീവനം അല്ലെ പുതിയ ആ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം അതെങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോയി. സോഷ്യൽ ഇഷ്യൂസിലെല്ലാം പങ്കുചേരുന്ന, സോഷ്യലിയുള്ള ഡിസ്ക്രിമിനേഷൻസ് വരുന്ന ആളുകളെ ചേർത്ത് പിടിക്കുന്ന, എല്ലാ തരത്തിലും മതസൗഹാർദ്ദപരമായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും കൈകാര്യം ചെയ്യുന്നൊരു മനുഷ്യനാണ് മമ്മൂക്ക. എന്തെവിടെ പറയണം എങ്ങനെ പറയണമെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള ആളാണ് മമ്മൂക്ക. അപ്പോൾ അങ്ങനെയുള്ളൊരു മമ്മൂക്ക ഈ ഒരു കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ സൈബറിടത്ത് കിടന്ന് ആക്രമിക്കുന്നുണ്ട്.
എന്തിനാണ് അത് പറയുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത് റഹീമിൻ്റെ അടുത്ത് പറയുമ്പോൾ റഹീമിന് അത് ചിലപ്പോൾ അപമാനിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ഓരോരുത്തരുടെ സെൻസിൽ നിന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. മമ്മൂക്ക ഒരിക്കലും അയാളെ അപമാനിക്കണമെന്ന് വിചാരിച്ചിട്ടോ അയാളെ കളിയാക്കണമെന്ന് വിചാരിച്ചിട്ടോ അയാൾ ഒന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും ഇങ്ങനെ കൂടെ നടക്കേണ്ട ആവശ്യകത ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും മമ്മൂക്കയെ പറ്റി ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നിരിക്കുന്ന ഒരു വീഡിയോ കൂടെ ഞാൻ കാണിച്ചു തരാം. ആ വീഡിയോയിൽ നമസ്തേ കേരളം എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ ആ ഒരു കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. സുനിത കെ പറയുന്നു, പി ജി ഒരു പരാതി പറയട്ടെ. ഇന്നലെ വയനാട്ടിൽ മമ്മൂട്ടി വന്നിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി അപമാനിച്ചു, ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ടെന്ന്. ആ ദൃശ്യങ്ങൾ ഞാൻ കണ്ടതാണ്, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ കണ്ടതാണ്. ശ്രീ മമ്മൂട്ടി ഒരിക്കലും ജില്ലാ സെക്രട്ടറി അപമാനിച്ചില്ല. അദ്ദേഹം വയനാട്ടിൽ പുനരധിവസിപ്പിക്കപ്പെട്ട അവിടുത്തെ ടൗൺഷിപ്പിലുള്ള മുഴുവൻ ജനങ്ങളെയും കാണാൻ വേണ്ടി വന്നപ്പോൾ ഉടനീളം അദ്ദേഹത്തിനൊപ്പം നിൽക്കുകയും ആളുകളെ നിയന്ത്രിക്കുകയും ചെയ്തപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മമ്മൂട്ടി പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് എപ്പോഴും എന്റെ കൂടെ നിൽക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി ഞാൻ വന്നതാണെന്ന് ധരിക്കും ജനങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ വന്നത് എന്നുള്ളത് പറയേണ്ട ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തോട് മാത്രമായി പറഞ്ഞാണ്. അത് അവിടെ നിന്ന് ക്യാമറയിൽ കൂടിയാണ്. മമ്മൂട്ടി ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് കേരളത്തിന്റെ സോഷ്യൽ ക്യാപിറ്റലാണെന്ന്. ആ ബോധ്യം മനസ്സിലുള്ളത് കൊണ്ടാണ് പക്വതയോടെ അദ്ദേഹം വളരെ വിവേകമുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് അത് പറഞ്ഞു. അതൊരു അപമാനിക്കലാണെന്ന് എനിക്ക് തോന്നിയില്ല, പ്രേക്ഷകർക്കും തോന്നിയെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പരാതി എന്തായാലും അത് പൂർണ്ണമായി മനസ്സിലാക്കാതാവാൻ തന്നെയാണ് സാധ്യത. സത്യം ഇത് തന്നെയാണ് സത്യം. അതായത് ആരും വിളിക്കാതെ ഞാൻ അങ്ങോട്ടേക്ക് പോയത് അവിടെയുള്ള ആളുകളുടെ പുനരധിവാസം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരാൾ എന്നെ നയിക്കേണ്ട ആവശ്യകത അവിടെ ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചതെന്നാണ് മമ്മൂക്ക അവിടെ എടുത്ത് പറയുന്നത്. മമ്മൂക്ക എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും വെട്ടി തുറന്ന് പറയുന്ന ഒരു വ്യക്തിത്വമാണ്, അല്ല അങ്ങനെ ഒരു പ്രകൃതമാണ് മമ്മൂക്കയുടേത്. അത് ഇന്ന ആളുടെ അടുത്ത് എങ്ങനെ പറയണം അങ്ങനൊന്നും അല്ല മമ്മൂക്ക പറയുന്നത്. അത് എത്ര മുന്തിയവനാണെങ്കിലും എത്ര വലിയ കൊടികെട്ടിയ വക്കീലന്മാരായാലും മന്ത്രിമാരായാലും മമ്മൂക്ക പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. അങ്ങനെ തന്നെ റഫീഖിൻ്റെ അടുത്തത് പറഞ്ഞു. അതിലെന്താണ് ഇത്ര വിമുഖത? ആ പറഞ്ഞത് മമ്മൂട്ടിയാണെന്നുള്ളതിലാണ് വിമുഖത. ഇപ്പൊ കമ്മികളും കുറെ പേര് വന്ന് എഴുതുന്നുണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ റിയാസ് മന്ത്രി പറഞ്ഞൊരു കാര്യം ഞാൻ കണ്ടായിരുന്നു. മുഹമ്മദ് റിയാസ്, CPM ജില്ലാ സെക്രട്ടറിമാർ ഇടിച്ച് കയറുന്നവരല്ല എന്നാണ് അയാൾ പറഞ്ഞത്. വേറെയും ഒരുപാട് പോസ്റ്റുകളിൽ പല രീതിയിലുള്ള മെഴുകലുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിനിടയിൽ ഞാൻ കണ്ട വേറൊരു വീഡിയോ കൂടെ ഉണ്ട്, ഞാൻ അതുകൊണ്ടൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടില്ല, ടൗൺഷിപ്പ് പദ്ധതിയിൽ കാണാൻ ചെന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ, അവിടെയുള്ള കുടുംബാംഗങ്ങളെല്ലാം കൂടി മമ്മൂക്കയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഒരുപാട് ആളുകൾക്കിടയിൽ മമ്മൂക്ക സിമ്പിളായിട്ട് നിൽക്കുന്നുണ്ട്. അതിനിടയിൽ എന്തിനാണ് മമ്മൂക്കയ്ക്ക് ഒരു അകമ്പടിയുടെ ആവശ്യം? അവിടെ വരുന്ന ആളുകളെ കൺട്രോൾ ചെയ്യാൻ എന്തിനാണ് ഒരാളുടെ ആവശ്യം? മമ്മൂക്കയ്ക്ക് അറിയാം അവിടെ മമ്മൂക്ക ആരും ഒന്നും ചെയ്യാനോ അല്ലെങ്കിൽ മമ്മൂക്ക എടുത്ത് ആരും ഒന്നും ചുമ്മാ ചൊറിയാനോ ചെല്ലത്തില്ല. മമ്മൂക്കയുടെ സേഫ് ആണെന്നുള്ള അദ്ദേഹത്തിന് ബോധ്യമുണ്ട്, കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട്. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം താരപദവികളൊന്നും ഇല്ലാതെ താരജാടകളൊന്നും മനസ്സിൽ വെക്കാതെ സാധാരണക്കാരായിട്ട് അവിടെയുള്ള പാവപ്പെട്ട ആളുകളുടെ ഒപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇതൊക്കെ കണ്ടിട്ടും നിങ്ങൾ ഈ കുറ്റം പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഉദ്ദേശം അല്ലെങ്കിൽ ഉള്ളിലുള്ള ലക്ഷ്യം അത് മറ്റെന്തൊക്കെയോ ആണ്. ആർക്കോ വേണ്ടിയിട്ട് നിങ്ങൾ PR വർക്ക് ചെയ്യുകയാണ്. നിങ്ങൾ ഓരോരുത്തരും PR വർക്ക് ചെയ്യുകയാണ്. അയാൾ പറഞ്ഞ കാര്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് അയാൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ വെറുതെ ഒരു പരാമർശമായിട്ട് സൈബർ ഇടത്തിൽ വന്ന് ആക്രമിക്കുക എന്നൊക്കെ പറയുന്ന അത്ര നല്ല പ്രവണതയൊന്നുമല്ല. ഞാൻ എന്തുകൊണ്ട് മമ്മൂക്കയെ വെള്ള പൂശുന്നു, അല്ല ഞാൻ എന്തുകൊണ്ട് മമ്മൂക്കയ്ക്ക് ഒപ്പം നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്ന നല്ല പ്രവർത്തികളൊക്കെ ഉള്ളത് കൊണ്ടാണ്, അല്ല അയാൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഈ കമ്മിക്കുട്ടന്മാർക്ക് മമ്മൂക്കയോട്, ഈ മുഹമ്മദ് റിയാസ് അടക്കമുള്ള കമ്മികൾക്ക് മമ്മൂക്കയോട് വിരോധം തോന്നാനുള്ള ഒരു കാരണം കൂടി ഞാനിപ്പോൾ എടുത്ത് പറയാം. ഇത് ശരിയാണോ അല്ലയോ നിങ്ങൾ പറയണം. അതായത് ആ ഒരു വയനാട് ചൂരൽമലയിൽ ആ ഒരു ദുരന്ത മുഖത്തേക്ക് മമ്മൂക്ക കാണാൻ ചെന്നു. ആ ദുരന്ത മുഖം അവശേഷിപ്പിച്ച ആളുകളുടെ പുനരധിവാസം കാണാനായിട്ട് മമ്മൂക്ക അവിടേക്ക് ചെന്നപ്പോൾ മമ്മൂക്ക എടുത്ത് മാപ്രകളൊക്കെ ചോദിച്ചത് ഇത് സർക്കാരിന്റെ വിജയമല്ലേ എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനായിട്ട് മൈക്കും പൊക്കി പിടിച്ചോണ്ടി ചെന്നു. മമ്മൂക്ക അവിടെ കൊടുത്ത മറുപടി എന്താണ്? ഇത് സർക്കാരിന്റെ മാത്രമല്ല, ഇത് നമ്മളുടെ ഒരു ക്യാപിറ്റൽ ഫണ്ട് അല്ല, നമ്മുടെ മൂലധനമാണ്, അല്ല നമ്മളുടെ എല്ലാവരുടെയും ഒരു അച്ചീവ്മെന്റ് ആണ്. നമ്മളെല്ലാവരുടെയും ഫണ്ട് കൊണ്ട്, നമ്മുടെ എല്ലാവരുടെയും കാശ് കൊണ്ട് നിർമ്മിച്ചെടുത്ത ഒരു ടൗൺഷിപ്പ് പദ്ധതിയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഐക്യം. ഇത് നമ്മളുടെ നാടിൻ്റെ ഒരു ഒത്തുചേർമയാണ്. എല്ലായ്പ്പോഴും നമ്മുടെ നാട് ഒത്തുചേർന്ന് നിൽക്കുന്നതിൻ്റെ ഒരു എന്താ പറയുക തെളിവ് തന്നെയാണ് ഈ കാണുന്നത്. അല്ലാതെ ഇത് സർക്കാരിൻ്റെ മാത്രം ഒരു അച്ചീവ്മെൻ്റ് അല്ല, നമ്മളിൽ ഓരോ ആളുകളുടെയും അച്ചീവ്മെൻ്റാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും പണം എടുത്തുകൊണ്ടാണ് സർക്കാർ ഇത് നടപ്പിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നമ്മളുടെ എല്ലാവരുടെയും വിജയമാണ്, നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാനുള്ള ഒരു വകയാണ്, അല്ല ആ ഒരു നിമിഷമാണെന്നാണ് മമ്മൂക്ക പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ എന്തായാലും കമ്മികളിലുള്ള കുറച്ച് ആളുകൾക്കെങ്കിലും കുരുപൊട്ടും. നമ്മുടെ പിണറായി വിജയൻ സഖാവിന് കുരുപൊട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അയാൾക്ക് എല്ലാ കാര്യങ്ങളെപ്പറ്റിയും കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള ഒരു മനുഷ്യനാണ്. അയാൾക്ക് അങ്ങനെയൊന്നും തോന്നാൻ സാധ്യതയില്ല. പക്ഷേ അതിൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് അടിമക്കമ്മികളുണ്ട്, ഇവന്മാർക്ക് കുരുപൊട്ടും. ഈ അടിമക്കമ്മികൾ ഇനിയും മമ്മൂക്കയ്ക്കെതിരെ കുരച്ചുകൊണ്ടിരിക്കും. അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ ചെന്നപ്പോൾ മമ്മൂക്ക നമ്മുടെ ഈ മുഖ്യമന്ത്രി എല്ലാം ഇരിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്,
ദാരിദ്ര്യം മാത്രം മാറിയിട്ടില്ല, അതിദാരിദ്ര്യം മാറിയിട്ടുണ്ട്. ഇന്നും ദരിദ്രർ നമുക്കിടയിലുണ്ട്, അവരെയും കൂടി നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കണം. അതും മമ്മൂക്ക ഇവരുടെയൊക്കെ മുൻപിൽ വെച്ചാണ് പറഞ്ഞത്. അപ്പോൾ ആരുടെ മുൻപിൽ ഏത് രീതിയിൽ പറയണമെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള, ഒരുത്തിനെയും പേടിയില്ലാത്ത ഒരു അഹങ്കാരിയാണ് മമ്മൂക്ക. അത് ഞാൻ അംഗീകരിക്കുന്നു, ഒരു അഹങ്കാരി തന്നെയാണ്. ആ അഹങ്കാരം അല്ലെങ്കിൽ ആ ധാർഷ്ട്യം അതൊന്നുകൊണ്ട് മാത്രം തന്നെയാണ് അദ്ദേഹം ഇത്രയും നാളും ജീവിച്ചിരിക്കുന്നതും ഇത്രയും നാളും അദ്ദേഹം നല്ല സിനിമകൾ ചെയ്യുന്നതും ഇത്രയും ആളുകളെ സഹായിക്കുന്നതും. അത് ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാകും. നീയൊക്കെ എത്ര കിടന്ന് കരഞ്ഞാലും മെഴുകിയാലും അത് അങ്ങനെ തന്നെ ഉണ്ടാകും. കമ്മികൾ കിടന്ന് കരഞ്ഞാലും, സംഘികൾ കിടന്ന് കരഞ്ഞാലും, കൊങ്ങികൾ കിടന്ന് കരഞ്ഞാലും, ഈ സംഖ്യ മുസംഖി കൃസംഖി ഏത് സംഖ്യകൾ കരഞ്ഞാലും അതങ്ങനെ തന്നെ എന്തായാലും ഉണ്ടാവുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്. ഈ ഒരു കാര്യത്തിൽ മമ്മൂക്ക പറഞ്ഞതിനോട് എനിക്ക് യാതൊരു എതിർപ്പുമില്ല. മമ്മൂക്ക പറയേണ്ട കാര്യങ്ങൾ മമ്മൂക്ക പറഞ്ഞു. മമ്മൂക്കയ്ക്ക് ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡിസ്കംഫർട്ടായിട്ട് മമ്മൂക്കയ്ക്ക് തോന്നിയിട്ടുണ്ടാവാം. അതുകൊണ്ട് അദ്ദേഹം അവിടെ വെച്ച് തന്നെ തുറന്നു പറഞ്ഞു. ക്യാമറയും മൈക്കും എല്ലാം മുന്നിൽ ഇരിക്കുന്നതുകൊണ്ട് എല്ലാവരും അത് അറിഞ്ഞു. അല്ലെങ്കിൽ അത് ആരും അറിയില്ല, അത് അങ്ങനെ അങ്ങ് പോയേനെ. എന്നാൽ ആരും അറിയണ്ടായിരുന്നു എന്നല്ല, മമ്മൂക്ക എല്ലാവരും ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത്. ചെവിയിലേക്ക് പോയി സ്വകാര്യം പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് മാറി നിൽക്കുക, എൻ്റെ കൂടെ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അങ്ങനെ പറഞ്ഞ അയാൾ അപമാനിച്ചൊന്നുമില്ല. അയാൾ കാര്യമായിട്ട് തന്നെ പറഞ്ഞു. അത് റഫീഖിനും മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവരുടെയൊക്കെ ദേഷ്യം മമ്മൂക്ക ആ ഒരു വണ്ടിയിൽ ഇരുന്നുകൊണ്ട് മമ്മൂക്ക മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ സർക്കാരിൻ്റെ മാത്രം അച്ചീവ്മെൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെ പൊക്കി അടിച്ചില്ല. അതിൻ്റെ വിഷമമാണ്. അതിൻ്റെ വിഷമത്തിൻ്റെ കുറച്ച് ഈ കണികകളൊക്കെയാണ് അവിടെയും ഇവിടെയും പറ്റി പിടിച്ചിരിക്കുന്നതും അല്ലെ, അതിൻ്റെ സ്ഫുരണങ്ങളൊക്കെയാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വല്ലാത്ത കഷ്ടമാണ് കേട്ടോ. എത്ര സൈബർ ഇടങ്ങളിൽ എത്ര പോരാട്ടം നടത്തിയാലും മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്തു വെക്കുന്ന പ്രവൃത്തികൾ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. മമ്മൂക്ക എന്ന് പറയുന്ന ഒരു ഇതിഹാസത്തിന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഇതുകൊണ്ടൊന്നും മമ്മൂക്കയുടെ ഒരു വാല്യൂ, മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇമേജ് ഒന്നും തകരാൻ പോകുന്നില്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ജനങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. ജനങ്ങൾ മണ്ടന്മാരല്ല മക്കളെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.